KPCC ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് കോർപ്പറേഷൻ UDF മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന PM നിയാസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പറോപ്പടി വാർഡിൽ പരാജയപ്പെട്ട സംഭവത്തിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ തോൽവിയുടെ ഉത്തരവാദിത്തം DCCക്കാണെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ചേതൻ സാജൻ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ചേതൻ, ഗുഡ് മോർണിംഗ്. ചേതൻ, നമുക്കറിയാം ഈ പറയുന്ന ഈ സ്ഥലം, അതായത് ഈ പാറോപ്പടി എന്ന് പറയുന്ന വാർഡ്, അത് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ വളക്കൂറുള്ള ഒരു മണ്ണ് തന്നെയാണ്. ജനങ്ങൾ വർഷങ്ങളായി UDFനൊപ്പം നിൽക്കുന്ന ഒരു മണ്ണ് കൂടിയാണ്. പക്ഷേ ഇത്തവണ അവിടെ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഒരു വിഭാഗം നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. DCCക്കെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. DCC വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല. ഒപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ വേണ്ട വിധത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുന്നു, സാധാരണപ്പെട്ട പ്രവർത്തകരെ ഒന്നും ഇത്തരത്തിൽ നാണം കെടുത്തരുത് എന്നൊക്കെ DCCക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. തീർച്ചയായും ഭദ്ര, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തി കൂടിയാണ് KPCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് PM നിയാസിൻ്റെ തോൽവി സത്യം പറഞ്ഞാൽ കോൺഗ്രസിനും UDFനും വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിലെ പാറോപ്പടി വാർഡിലാണ് PM നിയാസ് മത്സരിച്ചത്. സ്വാഭാവികമായും മേയർ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഉറപ്പുള്ള സീറ്റ് കൊടുക്കുമെന്നാണ് ധരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ UDFന് വളക്കൂറുള്ള മണ്ണാണെങ്കിലും ദയനീയ തോൽവി ഇവിടെ PM നിയാസ് ഏറ്റുവാങ്ങുകയുണ്ടായി. ഈ തോൽവിക്ക് ശേഷം ഈ തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ ഒരു 2 അംഗ കമ്മീഷനെ കോഴിക്കോട് DCC ചുമതലപ്പെടുത്തുകയുണ്ടായി. ആ ചുമതലപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ട് സമിതി സമർപ്പിക്കുകയുണ്ടായി. പ്രധാനമായും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ വാർഡിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയത് അറിഞ്ഞില്ല. അതുപോലെ തന്നെ വാർഡിൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ അവിടെയുള്ള പ്രാദേശിക നേതൃത്വം വലിയ രീതിയിൽ ആലസ്യം കാണിച്ചു, മടി കാണിച്ചു എന്ന രീതിയിൽ അടക്കമുള്ള കുറ്റങ്ങളാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഈ അതായത് ഈ വാർഡ് വിഭജനമാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? വാർഡ് വിഭജനത്തെ കുറിച്ച് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ക്ഷമിക്കണം, വാർഡ് പുനർനിർണയത്തിന് ശേഷം ഇതിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ ഈ വാർഡിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാറിയത് അറിഞ്ഞില്ല. അതുപോലെ തന്നെ പുതിയ വോട്ടർമാരെ ചേർക്കാൻ അവിടെയുള്ള പ്രാദേശിക നേതൃത്വം വിമുഖത കാണിച്ചു, മടി കാണിച്ചു. അതാണ് PM നിയാസിൻ്റെ തോൽവിയിലേക്ക് നയിച്ചത് എന്നാണ് ഈ അന്വേഷണ പ്രധാനമായും പറയുന്നത്. എന്നാൽ അങ്ങനെ ഈ അന്വേഷണ റിപ്പോർട്ട് DCCയിലെ ഒരു വിഭാഗം നേതാക്കൾ പൂർണ്ണമായും തള്ളുകയാണ്. കേവലം തൊലിപ്പുറത്തെ ചികിത്സ മാത്രം പോരാ, ഈ PM നിയാസിൻ്റെ തോൽവി ആ മനുഷ്യനെ അവിടെ നിർത്തി തോൽപ്പിച്ച് നാണം കെടുത്തുകയാണ്. ഇതിൽ DCCയിലെ ചില ഉന്നതർക്കും പങ്കുണ്ട് എന്ന തരത്തിലാണ് ഒരു വിഭാഗം നേതാക്കളുടെ പ്രധാനമായുള്ള ആരോപണം. കേവലം അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്ത് തലയൂരാൻ സാധിക്കില്ല. കുറച്ചുകൂടി ഈ വാർഡ് കമ്മിറ്റിയിലടക്കം ഉള്ള ആൾക്കാർക്കെതിരെ ഈ PM നിയാസിന് തോൽവിയിൽ ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യങ്ങളടക്കം പരിശോധിക്കണം എന്നാണ് പ്രധാനമായും പറയുന്നത്. മറ്റൊരു കാര്യം, കുറച്ചുകൂടി പാറപ്പൊടി കുറച്ചുകൂടി സേഫായ സീറ്റുകൾ കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന് ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഭദ്രക്കറിയാം, VM വിനു കല്ലായി ഡിവിഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കും. അതായത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും തന്നെ UDFന് സേഫായ ഒരു സീറ്റുകളിൽ ഒന്നാണ് കല്ലായി സീറ്റ്. ഈ കല്ലായി സീറ്റിലാണ് ആദ്യം സംവിധായകനായ VM വിനുവിനെ നിർത്തിയത്. പിന്നീട് വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലാത്തത്, പിന്നീട് അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടിയും വലിയ രീതിയിൽ നാണക്കേട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ആ കല്ലായി ഡിവിഷൻ ഈ അഡ്വക്കേറ്റ് PM നിയാസിന് കൈമാറായിരുന്നു എന്ന കാര്യമടക്കം ഈ ഒരു വിഭാഗം DCCയിലെ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, BJPയുമായുള്ള അണിയറ ബന്ധം, ഈ പാറപ്പൊടിയിൽ BJP ജയിക്കാൻ വേണ്ടി ചില DCCയിലെ ചില നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന ശക്തമായ ആരോപണമാണ് ഒരു വിഭാഗം DCCയിലെ മറ്റു നേതാക്കന്മാർ അന്വേഷിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ PM നിയാസിൻ്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ, അതിൻ്റെ ഈ അന്വേഷണ റിപ്പോർട്ടിന് ചർച്ച ചെയ്യുവാൻ വേണ്ടി വൈകാതെ തന്നെ DCC യോഗം ചേരുന്നതാണ്. ഈ DCC യോഗത്തിൽ ഈ PM നിയാസിനെ തോൽവിക്ക് കാരണക്കാരായവരെക്കുറിച്ച് ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് ഒരു വിഭാഗം DCCയിലെ നേതാക്കന്മാരുടെ തീരുമാനപത്രം.
ശരി ചേതൻ.